ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാർ ശക്തമായ നടപടി തുടരുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഇരട്ടത്താപ്പ്. UDF സർക്കാർ കാലത്തെ അഴിമതികൾ സംബന്ധിച്ച വ്യക്തമായ മറുപടി പറയാതെ നേതാക്കൾ. സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യത്തോടും കോൺഗ്രസിന് വ്യക്തമായ മറുപടിയില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ സുതാര്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ആര് കൊണ്ടുപോയാലും അവരെ പിടികൂടുക എന്നുള്ളതാണ് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ നിലപാട്. 1999 മുതലുള്ള പരിശോധിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അന്ന് ഈ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ പുറകോട്ട് പരിശോധിക്കും. അല്ല ഇപ്പോൾ 2019 കൊടുക്കുമ്പോഴായിരുന്നാലും ഇതെല്ലാം എവിടെയെങ്കിലും ഫൗൾ പ്ലേ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് അന്വേഷണം. അല്ല പിന്നെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ UDF സർക്കാർ കാലത്തെ അഴിമതികൾ സംബന്ധിച്ച കാര്യങ്ങൾ മറച്ചുവെച്ച് വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അവസാന UDF സർക്കാർ കാലത്ത് ശബരിമലയിലേക്ക് പാത്രങ്ങൾ വാങ്ങിയതിൽ 1,81,00,000 രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നത്. VS ശിവകുമാർ ആയിരുന്നു അന്നത്തെ മന്ത്രി. അദ്ദേഹത്തിന്റെ സഹോദരൻ VS ജയകുമാർ 2014-15 കാലത്ത് ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നപ്പോഴും തുടർന്ന് ദേവസ്വം സെക്രട്ടറി ആയിരുന്നപ്പോഴും നടത്തിയ ക്രമക്കേടുകളാണ് അഡ്വക്കേറ്റ് ചെറുന്നിയൂർ P. ശശിധരൻ നായർ കമ്മീഷൻ അന്വേഷിച്ച് ഗുരുതരമായ അഴിമതി കണ്ടെത്തിയത്. ശബരിമലയിൽ പാത്രങ്ങൾ ഉപയോഗിക്കാതെ കുന്നുകൂടി കിടക്കുമ്പോൾ പുതിയ പാത്രങ്ങൾ വീണ്ടും വാങ്ങിയതായി കാണിച്ച് വ്യാജ ബില്ലുകൾ ഹാജരാക്കിയാണ് അഴിമതി നടത്തിയത്. ഇതേ കാലയളവിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശാസ്താംകോട്ട ശ്രീധർമ്മ ക്ഷേത്രത്തിൽ 1,65,00,000 രൂപ ചിലവഴിച്ച് കൊടിമരത്തിൽ സ്വർണം പൂശിയതിൽ അഴിമതിയുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. കൂടാതെ UDF കാലത്ത് ശബരിമലയിലേക്ക് ആന്ധ്രയിൽ നിന്ന് ശർക്കര വാങ്ങിയതിലും അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കൂടാതെ ദേവസ്വം ബോർഡ് അധ്യക്ഷനും അംഗങ്ങളും യാത്രാപ്പടി കൈപ്പറ്റിയതിലും ക്രമക്കേട് കണ്ടെത്തി. എന്നാൽ ഇക്കാര്യത്തിലടക്കം സമഗ്ര അന്വേഷണം വേണമോ എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് വ്യക്തമായ മറുപടിയില്ല. അല്ല ഈ പാത്രമോഷണവും തെങ്ങുമോഷണവും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ 10 കൊല്ലമായിട്ട് സർക്കാരല്ലേ ഭരിക്കുന്നത്. എല്ലാത്തിനും അന്വേഷിക്കുന്ന സർക്കാരല്ലേ. അത് നല്ല തമാശ, നല്ല തമാശ. എന്നോട് അങ്ങനെ ആ ചോദ്യം അത് സർക്കാരിനോട് ചോദിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.